റിസൾട്ട് ഇനി പൂർത്തിയാകുന്നേ ഉള്ളൂ. പക്ഷേ ഏതായാലും കേരളത്തിൽ UDF വൻപിച്ച ജനമുന്നേറ്റം നടത്തിക്കഴിഞ്ഞു. UDF തരംഗമാണെന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലാണ് മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ ഇപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി ഒരു MLA പോലും ഇല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു MP എന്ന നിലക്ക് 4 തവണ നിങ്ങളെ ജയിപ്പിച്ചവരാണ്. പക്ഷെ ഞങ്ങൾ ഈ കാര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വളരെ നേരത്തെ തന്നെ ഒരു തീരുമാനമെടുത്തവരാണ്. തീരുമാനം മറ്റൊന്നുമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റും നേടാനുള്ള രാഷ്ട്രീയമായ സംഘടനാപരമായി തയ്യാറെടുപ്പ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമാണ് സത്യം പറഞ്ഞാൽ കോഴിക്കോടുണ്ടായിട്ടുള്ള വിജയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കോഴിക്കോട് നിങ്ങൾക്കറിയാം, ഇവിടെ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കോഴിക്കോട് ജില്ലയിൽ, മലബാറിൽ, കേരളത്തിൽ കോൺഗ്രസിനെ ഇത്രമേൽ സംഘടനാപരമായി ശക്തി ആർജിക്കാൻ കഴിഞ്ഞത്, രാഷ്ട്രീയമായ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞത് ജില്ലയിലെ കോൺഗ്രസിൻ്റെ യോജിച്ചുള്ള പ്രവർത്തനമാണ്. അതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പ്രവീണിൻ്റെ നേതൃത്വം ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇവിടെ കാണുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനം, ഞാൻ ഈ ഓഫീസ് ഉദ്ഘാടന വേളയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആസ്ഥാനം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ കാണുമെന്ന് അന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ വൻപിച്ച മുന്നേറ്റമാണ് ജില്ലയിൽ കോഴിക്കോട് ഉണ്ടാക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായി കിട്ടിയത് ഈ വർഷമാണ്. അതുപോലെ 70 പഞ്ചായത്തുകളിൽ അല്ലേ 44 പഞ്ചായത്തുകൾ UDF സ്വന്തമായിരിക്കുന്നു. 2 നറുക്കെടുപ്പിൽ പോയതാണ്. അപ്പോൾ അതിശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം കാഴ്ചവെച്ച ജില്ല എന്നൾക്ക് ഞങ്ങൾക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്. ഇവിടെ നടന്ന ഒരു സമ്മേളനത്തിലാണ് ഇത് പ്രഖ്യാപിച്ചത് 13-13. ഞങ്ങൾ 13-13 എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്. അതിന് ജില്ലയിലെ UDFൻ്റെ വിജയത്തിൽ, നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്ത UDF പ്രവർത്തകരെ, കോൺഗ്രസ് പ്രവർത്തകരെ, ലീഗ് പ്രവർത്തകരെ, CMP പ്രവർത്തകരെ, കേരള കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്യാനും കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. അതോടൊപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇവിടെ ഏതായാലും ജില്ലയിലെ കോൺഗ്രസ് കേരളത്തിന് തന്നെ അഭിമാനകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതൃത്വമാണ്. പ്രത്യേകിച്ച് ശ്രീ പ്രവീൺ കുമാർ, അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റാണ്, കൊയിലാണ്ടിയിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വൻപിച്ച മുന്നേറ്റം നടത്തി വിജയിക്കാൻ വേണ്ടി വിജയം പ്രഖ്യാപിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതോടൊപ്പം ശ്രീ VT സൂരജ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നോടന്നെ പല മാധ്യമ സുഹൃത്തുക്കളും പറഞ്ഞു ഇവിടെ ബാലുശ്ശേരി ജയിക്കുമോ. ഇന്ന് രാവിലെ പറഞ്ഞവരുണ്ടായിരുന്നു മാധ്യമ സുഹൃത്തുക്കൾ, ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ കണക്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞവരുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു അവിടെ എന്തായാലും 5ൻ്റെ മേലെ വോട്ടുകളിൽ അയാൾ ജയിച്ചു വരും. എന്നാൽ ഇപ്പം നിങ്ങൾ കേട്ടോ, 10,000 വോട്ടുകൾക്ക് മേലെ സൂരജ് ജയിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ 12 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ 10,000 കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉണ്ണികളും അത്തോളിയും പിന്നെ ഉള്ളിയേരിയുമാണ് എണ്ണാൻ ബാക്കിയുള്ളത്. ഉണ്ണികൾ അത്തോളിയാണ്. എന്തായാലും 10 വോട്ടിന് മേലെ, 15 വോട്ടിന് മേലെ സൂരജും ഇവിടെ ജയിക്കാൻ വേണ്ടി പോകും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ എല്ലാം സഹായം കൊണ്ടാണ്, സഹകരണം കൊണ്ടാണ്. മാധ്യമ സുഹൃത്തുക്കളുടെ പ്രത്യേകിച്ച് എല്ലാ സഹായങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഈ 2 നമ്മുടെ ജനപ്രതിനിധികളെയും, ശ്രീ പ്രവീൺ കുമാറേയും സൂരജിനെയും
ഞാൻ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. ഇല്ല, അവർ ചോദിക്കട്ടെ. അവർ ചോദിക്കട്ടെ. ദീപകേ എന്തൊക്കെ ചോദിക്കാം. വലിയ ഉത്തരവാദിത്തമാണ് 13 സീറ്റ് എന്നുള്ളതായിരുന്നു. അതിനൊക്കെ അപ്പുറത്ത് പ്രൊവിഡന്റിനെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടി എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഇടതുപക്ഷത്തിന്റെ ആധിപത്യമുള്ള ഒന്നായിരുന്നു. എങ്ങനെയാണ് മൊത്തത്തിൽ ജില്ലയെ നോക്കിക്കാണുന്നത്? നേരത്തെ ശ്രീ രാഘവട്ടം പറഞ്ഞ പോലെ തന്നെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്ന് വൈകുന്നേരം ഈ ഓഫീസിൻ്റെ മുറ്റത്ത് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിച്ചതാണ്, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ലക്ഷ്യം ഈ ജില്ലയിൽ 2, 3, 8, 10 സീറ്റല്ല, 13-ൽ 13, 13 ഔട്ട് ഓഫ് 13. പലരും പറഞ്ഞ് നഫ്സ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്, ഞങ്ങളൊക്കെ പരീക്ഷകളുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെജി പങ്കെടുത്ത സമ്മേളനത്തിൽ രാഘവട്ടം ഞാനും പ്രസംഗിച്ചപ്പോഴും നെറ്റി തുളിച്ചവരുണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് രാവിലെ മീഡിയ വണ്ണിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 13 ഔട്ട് ഓഫ് 13. ഏതാണ്ട് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ചോദിച്ചിട്ടുണ്ട്, കോൺഗ്രസിന് 25 കൊല്ലമായി ജില്ലയിൽ നിന്ന് MLA ഇല്ല. ഞാൻ പറഞ്ഞു ഇത്തവണ MLA അല്ല, MLA മാറുക, ദൈവസഹായിച്ച് അതും പാലിക്കപ്പെട്ടു. മൂന്നാമത് കൊയിലാണ്ടിയിൽ വിജയം. എൻ്റെ ചെയർമാൻ മഠത്തിലും കൺവീനർ നാടുമാഷ കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഈ വിജയത്തിൻ്റെ ഫസ്റ്റ് ക്രെഡിറ്റ് എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിക്കും ആണ്. പക്ഷേ ഈ വിജയം ഞാൻ സമർപ്പിക്കുന്നത് കൊയിലാണ്ടിയിലെ ജനാധിപത്യ വിശ്വാസികൾക്കാണ്. 2.5 പതിറ്റാണ്ടുകാലം ശേഷം കൊയിലാണ്ടിയുടെ മണ്ണ് തിരിച്ചു തന്നത് അവരോട് നന്ദി പറയാൻ വാക്കുകൾക്കായി ഏത് ഉദ്ധരണിയെ കൂട്ടുപിടിക്കുന്നതിൽ കാര്യമില്ല. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ഹൃദയംഗമായ നന്ദി പറയുന്നു. ഈ ജനവിധി ഞങ്ങൾ വളരെ ബഹുമാനത്തോടെയും അതിനുള്ള ആദരവോടെ സ്വീകരിക്കും. ഇനി ഞങ്ങളുടെ ലക്ഷ്യം കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള കോഴിക്കോട് ജില്ലയിലെ വികസനമാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള വികസനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുക. ഞങ്ങളോട് സഹകരിച്ച മാധ്യമപ്രവർത്തകർക്കും മറ്റു ഞങ്ങളുടെ അനുഭാവികൾക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. സർവോപരി സ്വന്തം പാർട്ടിയിലെ അനീതിക്കെതിരെ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.